പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്ന വികസന മുരടിപ്പിനെതിരെയും MLAയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും NDA നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തി. കുറ്റപത്ര സമർപ്പണത്തിന് മുന്നോടിയായി മുണ്ടക്കയം പൈങ്ങനായിൽ നിന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് മുണ്ടക്കയം വില്ലേജ് ഓഫീസ് പടിക്കൽ മാർച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 218 ബൂത്തുകളിലെ വോട്ടർമാരിൽ നിന്നും MLAക്കെതിരെ ഒപ്പിട്ട സമാഹരിച്ച കുറ്റപത്രം BJP ദേശീയ സമിതി അംഗം PC ജോർജ് പൊതുജന സമൂഹത്തിൽ നിന്നും ഏറ്റുവാങ്ങി. 1 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനമാണ് കിട്ടിയിരിക്കുന്നത്. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് വളരെ ശക്തമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് നല്ലവരായ. തുടർന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനവും ചെയ്തു. മുണ്ടക്കയം ചെക്ക് ഡാമിന് സമീപം ഒരു ബോട്ട് ഉണ്ടെന്ന് കുളത്തിങ്കൽ പ്രസ്താവിച്ചുള്ള പത്രത്തിലുണ്ടായിരുന്നു. ആ ബോട്ടിന് പകരം ഒരു വള്ളമെങ്കിലും അവിടെ കൊണ്ടുവരാനുള്ള മര്യാദ ഇയാൾ കാണിച്ചാൽ നന്നായിരുന്നു എന്ന് എഴുതി. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയെ പറ്റി ഞാൻ പറയണം. എത്ര സങ്കടകരാണ്. ഇവിടെ മുണ്ടക്കയത്ത് ഗവൺമെന്റ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ പീഡബ്ല്യൂഡി മന്ത്രി സുധാകരൻ, നമ്മുടെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി വന്ന് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്യും. 4 നില കെട്ടിടം, എയർ കണ്ടീഷൻ ചെയ്ത പ്രസവമാണ്, എയർ കണ്ടീഷൻ ചെയ്ത വാർഡ്, ഇത്രയും സൗകര്യത്തോടുകൂടി ഉണ്ടാക്കിയ ആശുപത്രിയാണ്. 7 ഡോക്ടർമാരുണ്ടായിരുന്നു. അറിയാമോ? ഞാൻ കഴിഞ്ഞ 2 മാസം കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ ആശുപത്രി പൂട്ടിയിട്ടില്ല, ആകാനില്ല. എന്തൊരു ക്രൂരതയായി. പാവങ്ങളോട് കരുണ കാണിക്കണ്ടേ? പാവങ്ങൾ എവിടെ പോകും ചികിത്സിക്കാൻ? ഇപ്പോ ആശുപത്രി ചെലവ് എത്രയാണ്? ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ പാവങ്ങൾക്ക് രക്ഷയില്ലേ? ആ പാവങ്ങളോട് കരുണ കാണിക്കണ്ടേ? ഞാൻ 7 ഡോക്ടർമാരുണ്ടായിരുന്നു പ്രഖ്യാപിച്ചതിന്റെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞത് പത്രത്തിലൊക്കെ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അയാളുടെ പ്രസ്താവന വന്നു, 7 ഡോക്ടർമാരെ നിയമിച്ചിരിക്കുന്നു. ഞാൻ അന്നേരെ ആരോഗ്യവകുപ്പിൽ സെക്രട്ടറി വിളിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ അറിഞ്ഞിട്ടില്ല. അയാൾ ഡോക്ടർമാരെ വെക്കുമോ? ഈയിടെ നോക്കി 2 ഡോക്ടർമാരെ വെച്ചെന്നുണ്ട്. അത് എത്രയായിരുന്നു? ദൈവം അനുഗ്രഹിക്കട്ടെ. അന്വേഷിച്ചപ്പോൾ ഇയാൾക്കൊരു ബന്ധമില്ല. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ശമ്പളം കൊടുത്ത് 2 പേരെ കൊണ്ട് വെച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വെച്ച MLAക്ക് ബന്ധമില്ല. അവരും ചിലപ്പോൾ വരും, ചിലപ്പോൾ വരികയില്ല. ഒരു ഡോക്ടർ വന്നാലേ വന്നില്ല. ഇതാണ് ആവശ്യം. നമുക്ക് മാറ്റണ്ടേ? അങ്ങനെ പോകാൻ കഴിയുമോ? NDA ഇലക്ഷൻ കൺവീനർ ക്ലെന്റ് അരിപ്ലാക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP മുണ്ടക്കയം മണ്ഡലം പ്രസിഡന്റ് അനൂപ പൂവത്തോലി സ്വാഗതം ആശംസിച്ചു. നിയമസഭാ ഇൻചാർജ് സജി കുരിയക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. BDJS ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഈട്ടിക്കുന്നേൽ, BJP കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയി ചാക്കോ എന്നിവർ പ്രസംഗിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഖിൽ രവീന്ദ്രൻ, മിനർവ മോഹൻ, വൈസ് പ്രസിഡന്റ് KR സോജി, സെക്രട്ടറി ഷീബ രാജു, ടോമി ഈറ്റത്തോട്, BJP പൂഞ്ഞാർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീകാന്ത്, BJP മുണ്ടക്കയം മണ്ഡലം ജനറൽ സെക്രട്ടറി റജി ചാക്കോ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് ജോജി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.